ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളെന്താ തീയിൽ തൊടാത്തത്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും തീ കൊണ്ടുള്ള ഒരു ചെറിയ പൊള്ളലെങ്കിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോഴോ വിളക്കിലെ തിരി തെളിക്കുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ആ ചൂട് ഒന്ന് അനുഭവിക്കാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ വന്ന് ഈ തീയിലൊന്ന് തൊട്ടു നോക്കൂ, ഇതിന് നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞാലും നമ്മൾ തൊടില്ല. കാരണം എന്താ? നമ്മുടെ അനുഭവങ്ങൾക്കെതിരായി ഒരാൾക്കും നമ്മളെ സ്വാധീനിക്കാനാവില്ല. എന്നാൽ നമ്മൾ നേടിയ അറിവുകൾക്കെതിരെ ഒരാൾ വന്ന് ആധികാരികമായി സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് സ്വാധീനിക്കാം. എന്താ കാരണം? അനുഭവങ്ങളിലൂടെ അല്ലാതെ നേടുന്ന അറിവുകൾക്കൊന്നും നമ്മുടെ ഉള്ളിൽ വേരുകളില്ല. സംഗതി മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമ്മുടെ മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തുകയല്ല, അവരെ സ്വയം വളരാൻ അനുവദിക്കുകയാണ് വേണ്ടത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും തെറ്റുവരുത്തലുകളും തോൽവികളുമൊക്കെയാണ് ഒരു കുട്ടിയെ സമർത്ഥനാക്കി മാറ്റുന്നത്. മക്കളെ താലോലിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ തൻ്റെയിടം നഷ്ടപ്പെടാനുള്ള സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കരുത്. പണ്ട് പറഞ്ഞൊരു കഥയില്ലേ, ഒരു നായ ഒഴുകാതെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു നദിയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ നദി അത്രമാത്രം നിശ്ചലമായിരുന്നു. ആ നായ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രതിബിംബത്തെ ആ വെള്ളത്തിൽ കണ്ടു. അതോടെ ആ നായ പിൻവലിഞ്ഞു. പക്ഷെ അതിന് ദാഹം സഹിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അത് വീണ്ടും നദിയിലേക്ക് എത്തി നോക്കും. അപ്പോൾ തന്നെപ്പോലെ ഒരു നായ അവിടെ പ്രത്യക്ഷപ്പെടുകയും അത് തിരിച്ചു പോവുകയും ചെയ്യും. ഇത് കണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പതുക്കെ എണീറ്റ് പുഴയിലേക്ക് നോക്കി പേടിച്ച് നിൽക്കുന്ന നായയെ ഒരു തള്ളു കൊടുത്തു. അതോടെ പ്രതിബിംബം അപ്രത്യക്ഷമായി. നായ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും ചെയ്തു. പഴയ കഥയാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഇതുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ജീവിത പരിചയവും അറിവിലൂടെ നേടുന്ന ജീവിത പരിചയവും രണ്ടും രണ്ടാണ്. അനുഭവങ്ങളില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ ഭയപ്പെടുത്താനായി അവരുടെ തന്നെ പ്രതിബിംബം ഓരോ മുന്നോട്ടുള്ള യാത്രയിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കുവാൻ പഠിക്കേണ്ടത് ജീവിതത്തിൽ തുടർച്ചയായി നേരിടുന്ന വെല്ലുവിളികളിലൂടെയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനായി മറ്റുള്ളവർ മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉത്തരങ്ങളെ മനഃപ്പാഠമാക്കി എഴുതി വയ്ക്കലല്ല ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിട്ട് വിജയിക്കുവാനുള്ള വഴി. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ നാളെ നല്ല മാർക്ക് വാങ്ങി ജയിച്ച നമ്മുടെ കുട്ടികൾ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ തോറ്റുപോകും എന്നുള്ള കാര്യം നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.